ആലുവയിൽ നടന്ന ഇരട്ട കവർച്ചാ കേസിൽ പ്രതികളിലേക്ക് അതിവേഗമെത്തിയത് പോലീസിന്റെ അന്വേഷണ മികവിൽ. റൂറൽ SP വൈഭവ് സക്സേനയുടെ നേതൃത്വത്തിൽ 45 പേരടങ്ങുന്ന സംഘം ദിവസങ്ങളോളം നിരന്തര നിരീക്ഷണം നടത്തിയാണ് പ്രതികളെ വലയിലാക്കിയത്. അജ്മീറിൽ നിന്നായിരുന്നു പ്രതികളെ സാഹസികമായി പോലീസ് പിടികൂടിയത്. സമയം വൈകുന്തോറും പ്രതികൾ രക്ഷപ്പെടാൻ സാധ്യതയുള്ളതിനാൽ പ്രദേശത്തെ CCTVകളും ലോഡ്ജുകളും പരിശോധിക്കാൻ വലിയൊരു സംഘത്തെ നിയോഗിച്ചിരുന്നു. CCTV പരിശോധനകളിൽ പ്രതികളെക്കുറിച്ച് ഏകദേശ രൂപം ലഭിച്ചു. രാജസ്ഥാനിലെ അജ്മീർ ദർഗയ്ക്ക് സമീപം ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് പിടികൂടാനുള്ള ശ്രമത്തിനിടയിൽ പോലീസിന് നേരെ നടന്ന വെടിവയ്പിൽ കേരള പോലീസിനെ അനുഗമിച്ച രാജസ്ഥാൻ പോലീസ് ഉദ്യോഗസ്ഥന് പരിക്കേറ്റിരുന്നു. എറണാകുളം റൂറൽ SP വൈഭവ് സക്സേന നിയോഗിച്ച പ്രത്യേക സംഘമായിരുന്നു കവർച്ചാ സംഘത്തെ പിടികൂടിയത്. പിന്നെ വിശദമായ ചോദ്യം ചെയ്യുമ്പോൾ അത് ഈ പ്രതി ആക്ച്വലി കൺഫ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ ഒരു 307 പിന്നെ ആംസ് ആക്ട് പ്രകാരം ദർഗ പോലീസിൽ ഒരു FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വിശദമായ ചോദ്യം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ എല്ലാ ശ്രമം ചെയ്യുന്നുണ്ടോ ഈ രണ്ട് പ്രതികൾക്ക് ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി. പ്രതികൾ ആദ്യം മധ്യപ്രദേശിലേക്കും പിന്നീട് രാജസ്ഥാനിലേക്കും കടക്കുകയായിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നിറയൊഴിച്ചതിനാൽ വധശ്രമത്തിന് 307 വകുപ്പ് പ്രകാരം അജ്മീർ പോലീസ് കേസെടുത്തിട്ടുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ ശേഷം ശനിയാഴ്ചയോടെ ആലുവയിലെത്തിക്കും. തൊട്ടടുത്ത ദിവസങ്ങളിലായിരുന്നു ആലുവയിൽ മോഷണങ്ങൾ. SI ശ്രീലാൽ, CPOമാരായ മുഹമ്മദ് അമീർ, മഹീൻ ഷാ, മനോജ്, അജ്മൽ എന്നിവരടങ്ങുന്ന SPയുടെ സംഘമാണ് അജ്മീറിലെത്തി പ്രതിയെ പിടികൂടിയത്. 10 ദിവസം മുമ്പ് ആലുവ കുട്ടമശ്ശേരി മുഹമ്മദ് അലിയുടെ വീട്ടിലും SP ഓഫീസിനടുത്തുള്ള മൂഴയിൽ ബാബുവിന്റെ വീട്ടിലുമായിരുന്നു കവർച്ച. ജനം, കൊച്ചി.